ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ബ്ലോക്ക് ഫ്രോസൺ ഗൈസ്. എൻ്റെ നമ്മൾ ഇത് ഫിഫ്ത്ത് എപ്പിസോഡാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് നമ്മൾ പോകുന്നത് സൈബർ ക്വസ്റ്റ് ചെയ്യാനാണ് ഗൈസ്. സൈബറിനാണ് സ്വോർഡ് ഉണ്ട്. ഈ ക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ബോസിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സൈബർ സ്വോർഡ് കിട്ടും. നമുക്ക് എന്താണെങ്കിൽ അത് കളിക്കാം, അത് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഓഫ്ലൈനിങ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര ലെവലാക്കിയിട്ടുണ്ട്. കറൻ്റ്ലി നമ്മളിപ്പം സ്കൈലാൻഡ്സിലാണ് ഞാനിപ്പം കുറച്ച് എടുക്കേണ്ടി വരുന്നത്. പക്ഷേ കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടിനൊക്കെ വ്യത്യാസം കാണും, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ അധികം ടൈം കളയാൻ നമുക്ക് ഗെയിമിൽ കിടക്കാം ഗൈസ്. ഐ തിങ്ക് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, കാരണം നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. കുറച്ചും കൂടി മതി ഗൈസ് 100 ആവാൻ. ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. എനിക്കൊന്ന് സൈബറിന്റെ സ്റ്റാർട്ടിങ് ജംഗിളിൽ നിന്നാന്ന് തോന്നുന്നു. നമുക്ക് ജംഗിളിൽ നിന്ന് തന്നെ എടുക്കാം. ജംഗിളിലായിരിക്കും. നമുക്ക് ഫ്രൂട്ടും കൂടി റോൾ ചെയ്ത് നോക്കാം ഗൈസ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ എനിക്ക് ഫ്രൂട്ട് റോൾ ചെയ്യാം ഗൈസ്. ഏത് ഫ്രൂട്ട് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. നല്ല മൂക്കടപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വല്ല പൊട്ടയും കിട്ടത്തുള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു ഗൈസ്. ഓടോ ക്രിയേഷൻ കിട്ടിയിരുന്നേക്കുള്ളു, അല്ലെങ്കിൽ ഇമ്മാതിരി പൊട്ട സാധനങ്ങൾ എപ്പോഴും കിട്ടുന്നുണ്ട്. സ്റ്റോർ ഇല്ല, സ്റ്റോർ ആകത്തില്ല, ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ഷാർക്ക് സോ എന്ന് പറഞ്ഞ ഈ ഒരു സോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ആ മിഡിൽ ടൗണിലായിട്ട് ഒരു ബോസ് സ്പോണാവും ഗൈസ്. സോ എന്ന് പറഞ്ഞ് പുള്ളീനെ കൊന്നപ്പോഴാണ് കിട്ടിയത്. ഇത് എവിടെ നിന്നായിരുന്നു തുടങ്ങുന്നത്? ഇവിടെയാന്ന് തോന്നുന്നു ഗൈസ്. എടാ, അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമ്മൾ 200 ലെവലാക്കണം ഗൈസ്. അതെന്ത് കഷ്ടമാടാ. ശേ, ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും കുറച്ച് പോയി ഗ്രൈൻഡ് ചെയ്തൊന്ന് 200 ലെവൽ വരെ ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്നാൽ ഞാൻ ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞു. 201 ലെവലാക്കി ഗൈസ്. അന്നേരമാണ് ഞാൻ ആ സത്യം അറിയുന്നത്. ഈ 201 ലെവലായാലെന്നല്ല ഈ സാധനം ഓപ്പൺ ആവുന്നത്. അത്രയൊന്നും ആവേണ്ട ആവശ്യമില്ല ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇത് എയർ ജമ്പ് ഇല്ലാത്ത ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് ബട്ടൺസ് ഉണ്ട് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഇവിടെ കണ്ടേ, ഏതോ ഒരു മരത്തിലുണ്ടായിരുന്നു. അതെ, ഇത് മരത്തിൽ. പിന്നെ അപ്പുറത്തെ കിങ്കോർലയുടെ അവിടെ 2 ഉണ്ട്. ഇവിടെ കൊണ്ടൊരു ഈ ചെടിയുടെ ഇവിടെ 2 ഉണ്ട് ഗൈസ്. അല്ല, 1 ഉണ്ട് ഗൈസ്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. വെറുതെ ഗൈസ്, ഞാൻ എത്ര നേരം കളഞ്ഞെന്നറിയോ ഇതിനു വേണ്ടി? കുറേ ടൈം കളഞ്ഞു ഗൈസ്. അപ്പം ആണേലും നമുക്ക് തുടങ്ങാം. സൈബർ ക്വസ്റ്റ് നമ്മൾ ആദ്യമേ, ഇത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നോക്കി ചെയ്തോട്ടോ. സൈബർ ക്വസ്റ്റ് നമ്മൾ ആദ്യമേ ഇവിടെ വന്നിട്ട് ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലോട്ട് ടോർച്ച് ഇട്ട് ആ ടോർച്ച് ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ, എന്നിട്ട് ഇവിടെ നിന്ന് ചാടണം വെളിയിലോട്ട്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയ്ക്ക് ചത്ത് കഴിഞ്ഞെല്ലാം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല ഗൈസ്. ഇവിടെ എവിടെ ഒരു ജംഗിൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇതിന്റെ അപ്പുറമാണ്, പുറകിലാന്ന് തോന്നുന്നു അല്ലേ? അതെ ഗൈസ്, ജംഗിളിലൊരു വീടുണ്ട്. ആ വീട്ടിലോട്ട് നമ്മൾ പോകണം ഗൈസ്. ദേ ഗൈസ്, ഈ വീട്, ഈ ക്വസ്റ്റിന്റെ ഇപ്പുറമുള്ളത് ഈ വീട് ചെരിഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ ഒന്നും കാണത്തില്ല. അപ്പോൾ ഗൈസ്, ഇതിനിടെ എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഇട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടോർച്ചും കൊണ്ട് പോയിട്ട് നിങ്ങൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി ഗൈസ്. ഇതിന് ടോർച്ചിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ കത്തി ഇങ്ങനെയാവും. ആ ടോർച്ച് പോകുന്നു. ഇഫ് പവർ യു സീക്ക് ഫിൽ ദി കപ്പ് ആൻഡ് ലീക്ക്. ഗൈസ്, ഇതിനകത്ത് ഒന്നുമില്ല. അത് ചുമ്മാ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ചെയ്താൽ മതി. അതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരുന്ന, അറിയാത്തവർക്ക് ഒരു ചെറിയ ക്ലൂ കൊടുക്കുന്നു. അയ്യോ, ഇത് എവിടെ നിന്നായിരുന്നു ഇറങ്ങി വരുന്നത്? ഓഹ്, എനിക്ക് ഒന്നും കാണത്തുമില്ലായിരുന്നു ഗൈസ്. കളിയാക്കരുത് ഗൈസ്, ഒന്നും കാണത്തില്ലായിരുന്നു ആ സംഭവം. കപ്പ് കണ്ട് നമ്മൾ പോയിട്ട് ഫ്രോസൺ വില്ലേജിൽ പോണം. അതെന്ത് ഫ്രോസൺ വില്ലേജ്? എനിക്ക് തോന്നുന്നു ഗൈസ് ആ ഒരു
ആ ഒരു ഏരിയയിലാന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് പറക്കാം. അതെ കൈസ്, അതേന്ന് തോന്നുന്നു. കാരണം ഈ ഏരിയയിലില്ല. ഇല്ലല്ലോ കൈസ്, അവിടെ ഇല്ല. ആ അതെ, അവിടെ കൈസ്. അങ്ങനെ ഫ്രോസൺ വില്ലേജിലോട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ എത്തുന്ന സമയങ്ങളിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ ഗൈസ്. കാരണം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, 100 സബ്സ്ക്രൈബിലോട്ട് വളരെ കുറച്ചും കൂടി മതി. അതൊന്ന് സെറ്റാക്കുക ഗൈസ്. ഇവിടെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദേ ഇവിടെ ഈ ക്വസ്റ്റ് എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഫ്രോസൺ വില്ലേജിൽ, അവിടെ ഈ കപ്പിൻ്റെ, അതായത് കപ്പിൻ്റെ അല്ലല്ലോ, കപ്പ് ഞാനിപ്പെടുത്ത് ഇതുണ്ടോ ഇവിടെ ഈ പട്ടിക്കൂടിൻ്റെ ഇവിടെ, പട്ടിക്കൂടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പുറകിലായിട്ട് സീക്രട്ട് ഡോർ ഉണ്ടാവും ഗൈസ്. അറിയാത്തവർക്കാണ് ഈ വിഷയം പറയണേ. ഇവിടെ ഒരു എബിലിറ്റി ടീച്ചറൊക്കെ ഉണ്ടാവും ഗൈസ്. ഇവിടെ തന്നെ ഈ വെള്ളം വീഴുന്നിടത്തോട്ടൊന്ന് നമ്മുടെ കപ്പും കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചെന്നാൽ മതി. അയ്യോ, ഇതെന്നാ അറിയാത്ത, ആ നിറഞ്ഞ ഗൈസ്. അപ്പൊ കപ്പില് വെള്ളമായിട്ടുണ്ട്. നമ്മൾ ചാടിയാലും കപ്പിന്ന് വെള്ളം പോകത്തില്ലേ, പേടിക്കണ്ട. അയ്യോ, അതിൻ്റെ അത് ഇവിടെ ഒരു വീട്ടില് ഒരു സിക്കും മാനുണ്ട് ഗൈസ്. ഈ പുള്ളീൻ്റെ ഈ വീട്ടില് അവിടെ കൊണ്ട് നമ്മൾ ഈ കപ്പ് കൊണ്ട് കൊടുത്താൽ മതി. ഹെൽപ്പ്, ഓക്കെ. ഓക്കെ, പുള്ളിക്ക് കൊടുത്തു. ഇനി അടുത്ത ഇവിടെ വന്നിട്ട്, അയ്യോ ഇനി ഇനി നമ്മൾ പൈററ്റ് വില്ലേജിലോട്ട് പോകണം ഗൈസ്. തോന്നുന്നു പൈററ്റ് വില്ലേജ് ഇതേ അതാന്ന്. വേണം അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. പൈററ്റ് വില്ലേജിൽ ഒരു റിച്ച് മാൻ ഉണ്ട്. അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡയമൻഡ്സ് ഉണ്ട്, അപ്പോൾ അതെടുത്തിട്ട് പോവാം. ഇത് എന്ത് പാടേ. ഓക്കെ ഗൈസ്, അതെടുത്തു. ഇവിടെ അങ്ങോട്ട് ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നേ. ഇത് ഗൈസ്, ഈ റിച്ച് മാൻ്റെ അടുത്ത് പോയി മിണ്ടണം. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മൈ റെഡി. ഓക്കെ ഗൈസ്, പുള്ളീൻ്റെ അടുത്ത് ചെന്നിട്ട് പുള്ളി പറയുന്നത് കുറച്ചൊക്കെ ഞാൻ മറന്നു ഗൈസ്. പുള്ളി പറയുന്നത് ഞാൻ ആ കാണിച്ച ഐലൻഡിലെ ആ ബോസിനെ കൊല്ലാനാന്ന് തോന്നുന്നു ഗൈസ്, എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഗൈസ്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഡയമണ്ട്സ്. ഓക്കെ, സോഡൻ ഡയമണ്ട്സ് ഉണ്ട്. ഇനി പുള്ളീനെ ഇവനല്ല, ഇവൻ തന്നെ മോബ് ലീഡർ. അയ്യോ ഗൈസ്, അവന് ഭയങ്കര പവറാണ് ഗൈസ്, കുറച്ച് പാടാണ്. ഗൈസ് അവനെ കൊന്നു. ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകണം. കുറച്ച് സ്റ്റാറ്റ്സ് കിടപ്പുണ്ടാവുന്ന എടുത്തിട്ടേക്കാം. ഇനി നമ്മൾ കുറെ ഗ്രൈൻഡ് ചെയ്താലേ നമുക്ക് സെക്കൻഡ് സീയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. സെക്കൻഡ് സീ എത്തി കഴിഞ്ഞാൽ സീനിനായിരിക്കും, സെറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എന്താവും ആവും. അയ്യോ, നമ്മുടെ അടുത്ത് കുറെ നേരം ഗൈസ്. റിച്ചുമാൻ്റെ അടുത്ത് പോയി നമ്മൾ ഒന്നുകൂടെ മിണ്ടണം ഗൈസ്. ഗൈസ്, ഇപ്പൊ നമുക്കൊരു കുരിശ് പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട്, റെലിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതും കൊണ്ട് നമ്മൾ ജംഗിളിൽ പോണം ഗൈസ്. ഇത് കണ്ടോ, ഈ ഗാച്ചയുടെ തൊട്ട് താഴെ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ ഇതിങ്ങനെ കൊണ്ട് ചുമ്മാ മുട്ടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ബോസ് ഉണ്ട് ഗൈസ്, പക്ഷേ സൈബർ എക്സ്പേർട്ട് എന്നാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ ഇവിടെ സ്പോൺ ആയിട്ടില്ല. 17 മിനിറ്റ് കഴിഞ്ഞാലാകത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ടൈമർ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ് ഗൈസ്, ബ്ലോക്സ് ഫോഴ്സിൻ്റെ. ഇത് ഭയങ്കര നല്ലതാണ് ഗൈസ്. കാരണം നമ്മളിപ്പം ഒരു ബോസിനെ നമ്മൾ പോയി കൊന്നു കഴിഞ്ഞാൽ പുള്ളിനെ എത്ര നേരത്തിനുള്ളിൽ സ്പോൺ ആവുമെന്ന് കാണിക്കും ഗൈസ്. ഇവനെ കാണിക്കോ? അതെ കണ്ടോ, 2 മിനിറ്റിനുള്ളിൽ ഗൊറില്ല കിങ് സ്പോൺ ആവും. അത് വളരെ നല്ലതാണ് ഗൈസ്. നമുക്ക് ഒരുപാട് നേരം എടുക്കുമെന്നൊക്കെ അറിയാൻ പറ്റും. ഗൈസിനായാലും എനിക്ക് 17 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ത്രാണി എനിക്കില്ല ഗൈസ്. നല്ലോണം മടുത്തു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിനും വരെ ഞാൻ സെറ്റാക്കി. ഇനി ഞാൻ വേണം സൈബർ ക്വസ്റ്റ്യൻ തന്നെ എടുത്തോളൂ. ആരോട് സ്പൈക്കൊക്കെ തറയിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ എനിക്ക് റോൾ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്തേക്കായിരുന്നു ഗൈസ്. ഇല്ല ഗൈസ്,
31 പേരും കൂടെ ഉണ്ട്. ഓക്കെ, ആണെങ്കിലും ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഗൈസ്. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെന്ത് കുറവായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. നിങ്ങൾ ചെയ്താലും മറക്കല്ലേ, കാരണം കുറച്ചും കൂടി മതി 100 സെറ്റായിരിക്കും ഗൈസ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അതുകൊണ്ടല്ല എന്നത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ബൈ.